ഒരിക്കൽ ഭീകരനെന്ന മുദ്രകുത്തി അമേരിക്ക, തലയ്ക്ക് $1 കോടി വിലയിട്ടയാൾ. ഇന്നിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതേയാളെ കൈപിടിച്ച് സ്വീകരിക്കുന്നു. അമേരിക്കൻ വിരോധാഭാസത്തിന്റെ പുതിയ ഉദാഹരണം ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിലാണ് സംഭവിച്ചത്. സിറിയയിലെ ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറ ഒരു കാലത്ത് അമേരിക്കയ്ക്ക് ഭീകരനായിരുന്നു. സിറിയയ്ക്ക് നല്ല കാലത്തേക്ക് തിരികെ പോകാനുള്ള സമയമാണ് എന്ന് തുടങ്ങി മിഡിൽ ഈസ്റ്റിൽ ട്രംപ് നടത്തിയ പ്രസംഗം തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാനും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും എഴുന്നേറ്റ് നിന്ന് കയ്യടിയോടെയാണ് കേട്ടത്. ശേഷം റിയാദിൽ വെച്ച് തന്നെ അഹമ്മദ് അൽ ഷറയുമായി ട്രംപ് കൈകൊടുത്ത് സംസാരിച്ചു. സിറിയയുമായി അമേരിക്ക ഒരു കൂടിക്കാഴ്ച നടത്തുന്നതും നീണ്ട 25 വർഷങ്ങൾക്ക് ശേഷമാണ് എന്ന അസ്വാഭാവികതയും ഇക്കാര്യത്തിലുണ്ട്. ആരാണ് അഹമ്മദ് അൽ ഷറ? എങ്ങനെയാണ് അഹമ്മദ് അൽ ഷറ അമേരിക്കയുടെ ശത്രുവായത്? റിയാദിൽ ഗോലൻ കുന്നുകളിൽ നിന്നുള്ള ഒരു സിറിയൻ സുന്നി മുസ്ലിം കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിലാണ് വളർന്നത്. 2003 ഇറാഖ് അധിനിവേശത്തിന് തൊട്ടുമുമ്പ് അൽ ഷറ ഇറാഖിലെ അൽ ഖ്വയ്ദയിൽ ചേരുകയും ഇറാഖി കലാപത്തിൽ 3 വർഷം പോരാടുകയും ചെയ്തു. 2006 മുതൽ 2011 വരെ അമേരിക്കൻ സൈന്യം ഇദ്ദേഹത്തെ പിടികൂടി ജയിലിലടച്ചു. എന്നാൽ തീവ്രവാദ ഗ്രൂപ്പുകളുമായി നിരന്തരമായ ബന്ധമില്ലാത്തതിനാൽ ഇയാളെ വെറുതെ വിട്ടയക്കുകയായിരുന്നു. സിറിയയിൽ ആഭ്യന്തര യുദ്ധത്തിൽ അസദ് ഭരണകൂടത്തിനെതിരെ പോരാടാൻ അൽ ഖ്വയ്ദയുടെ പിന്തുണയോടെ 2012 മുതൽ അൽ ഷറ അൽ നുസ്ര ഫ്രണ്ട് രൂപീകരിച്ചു. അൽ നുസ്ര ഫ്രണ്ടിന്റെ അമീർ എന്ന നിലയിൽ അൽ ഷറ വടക്കു പടിഞ്ഞാറൻ ഇദ്ലിബ് ഗവർണറേറ്റിൽ ഒരു ശക്തി കേന്ദ്രം കെട്ടിപ്പടുത്തു. അതേസമയം അൽ നുസ്ര ഫ്രണ്ടിനെ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ലയിപ്പിക്കാനുള്ള അബൂബക്കർ അൽ ബഗ്ദാദിയുടെ ശ്രമങ്ങളെ ഷാറ എതിർക്കുകയാണ് ചെയ്തത്. US ഇന്റലിജൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു അഹമ്മദ് അൽ ഷറ. ഭീകരവാദിയെന്ന് ചാപ്പുകുത്തി ഷാറയുടെ തലയ്ക്ക് $1 കോടി ചുമത്തിയതും അമേരിക്കയാണ്. അതേ വ്യക്തിയുമായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 30 മിനിറ്റോളം സംസാരിച്ചത്. അൽ ഖ്വയ്ദയെയും ISനെയും വളർത്തി ഇന്ന് ഈ കാണുന്ന ഭീകരതയിലേക്ക് എത്തിച്ച അമേരിക്കയുടെ വികൃതമായ മുതലാളിത്ത മുഖം ലോകം കണ്ടതാണ്. സിറിയയിൽ മതനിരപേക്ഷ ഭരണം നടത്തിയ ബാഷിർ അൽ അസദിനെ അട്ടിമറിച്ച കലാപങ്ങൾക്ക് വേണ്ടി പാശ്ചാത്യ ശക്തികളുടെ പങ്കാളിത്തം കൂടി തെളിയിക്കുന്നതാണ് ഷാറയുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ച. അൽ ഷറയുമായുള്ള കൂടിക്കാഴ്ചയുടെ പിന്നിലെ അമേരിക്കൻ ലക്ഷ്യങ്ങളുടെ പരിണിത ഫലങ്ങൾ എന്താകുമെന്ന് കണ്ടുതന്നെ അറിയണം.